Welcome to Vidya's vlog. എല്ലാവർക്കും വിദ്യാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമ്മൾ കൂണ് വെച്ചിട്ട് സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കൂണ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കൂണെല്ലാം പൊട്ടിച്ചെടുത്ത് ഇനി നമുക്ക് ഇതോരോന്നായിട്ട് നമുക്ക് നന്നാക്കി മുറിച്ചെടുക്കാം. നന്നാക്കാൻ ഇത് ഒന്നുമില്ല. അതിൻ്റെ തൊലി കളയണമെങ്കിൽ കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇത് കളയണ്ടെന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ തൊലി ഇങ്ങനെ അങ്ങ് പോരും. എന്നിട്ട് നമുക്ക് ഇത് മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കണം. ഇപ്പം എങ്ങനെയാണെന്ന് നോക്കാം. മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. കൂണൊക്കെ നന്നായി നോക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂണൊക്കെ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് കഴുകിയെടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് ഉള്ളി സവാള അരിഞ്ഞതും പച്ചമുളക് ഒരെണ്ണവും കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് വേഗം സിമ്പിളായിട്ട് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടാണ് വയ്ക്കുന്നത്. മുളക് ഞാനിപ്പോൾ പൊടിച്ച മിക്സീൻ്റെ ജാറയാണിത്. മുളക് കൂണ് മഞ്ഞൾ വെള്ളത്തിലിട്ട സമയത്ത് ഞാൻ മുളകും മല്ലിയും ചൂടാക്കി പൊടിച്ചെടുത്തു. അപ്പോൾ ഞാൻ ആ മുളക് പൊടിച്ച ജാറയിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉലുവാപ്പൊടി, ഉള്ളി, കറിവേപ്പില, വലിയ ജീരകം ഇത്ര ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. മുളകൊക്കെ നമ്മൾ ചൂടാക്കി പൊടിച്ചെടുത്ത ആ മുളക് പൊടി ഇട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷെ ബുദ്ധിമുട്ടാണ്, അതൊക്കെ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ പൊടിച്ച് വെച്ച മുളക് പൊടിയാണിത്, മുളകിൻ്റെ പൊടി. അപ്പം നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അരച്ചെടുക്കുന്നത്. ഇത് മല്ലിപ്പൊടി. അപ്പോൾ ഈ മുളക് പൊടി നമ്മൾ ഈ മെഴുക്കുവരട്ടിയൊക്കെ ഇടുമ്പോൾ ഈ ഇടിച്ച മുളക് പൊടി അങ്ങോട്ട് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഈ മുളക് പൊടി ഇട്ടിട്ട് മെഴുക്കുവരട്ടിയൊക്കെ വയ്ക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഈ മുളക് പൊടി അരയാത്തത് കൊണ്ടാണ് ഇപ്പോൾ അരച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാം പൊടികളും ഇട്ടിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് 5 മിനിറ്റിനുള്ളിൽ കൂണ് കറി വെച്ചെടുക്കാൻ പറ്റും. സ്റ്റവ് കത്തിച്ച് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് മൺചട്ടിയിൽ കറി വയ്ക്കുക. അപ്പം മൺചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചട്ടി നന്നായി ചൂടായി വന്നതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വന്ന് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി വഴറ്റുക. ഉള്ളി നന്നായി വഴണ്ട് വരാനും കറിക്ക് ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇളക്കി ഉള്ളി ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചാൽ കൂണിട്ട് കൊടുക്കുക. കൂണൊക്കെ ഇപ്പം മഴ ആയതുകൊണ്ട് എല്ലാവർക്കും പറമ്പിലൊക്കെ കിട്ടും. നമുക്കങ്ങനെ കൂണ് കിട്ടാറില്ല. നമ്മളിത് വാങ്ങിയ കൂണാണ്. അപ്പോൾ പറമ്പിൽ നിന്നൊക്കെ ചിലവർക്കൊക്കെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കൂണ് കറി വെച്ച് വെക്ക്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായി ഇളക്കി കൂണൊക്കെ ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുക. കൂണിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി കൂണൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. പൊടികൾ ഇടുമ്പോൾ നമ്മൾ ഉള്ളിയും മുളകൊക്കെ വഴറ്റി കഴിയുമ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൂണിട്ട് ഇളക്കണം. അപ്പോൾ അരപ്പായത് കാരണം കൂണ് വാടി കഴിഞ്ഞതിന് ശേഷം അരപ്പ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കൂണൊക്കെ ഒന്ന് വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചേക്കണ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരച്ച് വെച്ചേക്കണ അരപ്പെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് തേങ്ങ വറുത്തരച്ചും ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയും വയ്ക്കാം. തേങ്ങ വറുത്തരച്ചാൽ വേറൊരു ടേസ്റ്റ്, ഇങ്ങനെ വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, നമ്മൾ റോസ്റ്റ് ചെയ്താൽ വേറൊരു ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് വെക്കാനും കഴിയും. തേങ്ങയൊക്കെ വറുത്തരച്ച് സമയം കളയണ്ടല്ലോ. അപ്പോൾ കൂണ് കിട്ടുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. ഈ കറിയൊക്കെ ഒന്ന് തിളച്ചെല്ലാം ഒന്ന് കൂണിലൊക്കെ അരപ്പൊക്കെ പിടിച്ച് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് ഓഫാക്കി വയ്ക്കാം. കൂണ് കറിയൊക്കെ ചാറെല്ലാം കുറുകി നല്ല ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ ലേശം കൂടി ഗ്രേവി കൂട്ടി
നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ അടിപൊളി കൂണ് കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കി. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.